ജലദോഷം, മൂക്കടപ്പ്, സൈനസൈറ്റിസ്, മൂക്കിലെ അലർജി, മൂക്കിലെ ദശ നിറയുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മൂക്കിലടിക്കുന്ന നേസൽ ഡ്രോപ്സും നേസൽ സ്പ്രേസും. എന്നാൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൃത്യമല്ലാത്തതുകൊണ്ട് വീണ്ടും മൂക്കിൽ ദശ നിറയുകയും സർജറി ആവശ്യമായി വരികയും ചെയ്യുന്നു. എങ്ങനെ ഈ നേസൽ ഡ്രോപ്സും നേസൽ സ്പ്രേസും കൃത്യമായി വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. അലർജിയും സൈനസൈറ്റിസും ഒക്കെ ഉള്ള ആളുകളിൽ പലപ്പോഴും പ്രിസ്ക്രിപ്ഷനിൽ ഒന്നാമതായിട്ടുള്ളത് ഈ നേസൽ സ്പ്രേ ആയിരിക്കും. ഉള്ളിലോട്ടെടുക്കുന്ന മരുന്നുകൾ കഴിക്കുന്നതിന് പകരം വളരെ സേഫ് ആയിട്ട് അലർജി ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് നേസൽ സ്പ്രേസ്. ഈ നേസൽ സ്പ്രേയുടെ ഉപയോഗം പലപ്പോഴും തെറ്റായി വരുന്നത് കൊണ്ട് മൂക്കിൽ ദശ നിറയുകയും 2, 3, 4 വട്ടമൊക്കെ ഈ പോളിപ്പ് നീക്കം ചെയ്യാൻ സർജറി ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം? ഇതാണ് നേസൽ സ്പ്രേയുടെ ഒരു സാമ്പിൾ ബോട്ടിൽ. മൂക്കിലെ അലർജി ഉള്ളവർക്കും വിട്ടുമാറാത്ത സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ തന്നെ മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്പ് എടുത്തു കഴിഞ്ഞവർക്കും സ്ഥിരമായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു മരുന്നാണ് ഈ നേസൽ സ്പ്രേ. ഈ നേസൽ സ്പ്രേ ഒരു പ്രഷറൈസ്ഡ് കണ്ടെയ്നറിനുള്ളിലാണ് വരുന്നത്. ഇതിനൊരു ക്യാപ്പുമുണ്ട്. രോഗികൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ, ഇത് മൂക്കിന്റെ ഉള്ളിലോട്ട് ചിലപ്പോൾ ഇങ്ങനെ വെച്ചടിക്കും, അതല്ലെങ്കിൽ നേരെ മുകളിലോട്ട് അടിക്കും. ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് അടിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം കഴിയും. അപ്പോൾ ഈ നേസൽ സ്പ്രേ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂക്കിൻ്റെ ഉള്ളിലെ മ്യൂക്കസ്, അതായത് മൂക്കട്ടയൊക്കെ എന്ന് പറയുന്നത് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ സ്പ്രേ അവിടെ മൂക്കിൻ്റെ ഉള്ളിലെ ലൈനിങ് അഥവാ മ്യൂക്കസ് മെംബ്രെയിനിൽ എത്തില്ല. മൂക്കിൻ്റെ തൊലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ മ്യൂക്കസ് മെംബ്രെയിനെ പറയാം. അപ്പോൾ ഈ മൂക്കിൻ്റെ ഉള്ളിലെ ലൈനിങ്ങിൽ ഈ മരുന്ന് എത്തിയാൽ മാത്രമേ അലർജിക്കും തുമ്മലിനും ഒക്കെ ഒരു പരിഹാരം കിട്ടൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂക്കൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലവണ്ണം തിളപ്പിച്ചാർച്ച് വെക്കുക. ഈ ഒരു തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ നിന്ന് ഒരു 10 ml സിറിഞ്ച് ഉപയോഗിച്ച് മൂക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കളയാം. ഇത് തിളപ്പിച്ചാർച്ച വെള്ളം ഉപ്പും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് മൂക്കിൻ്റെ ഉള്ളിൽ അടിക്കാൻ ഒരു 10 ml സിറിഞ്ചും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കിയ ശേഷം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് 10 ml ഉപ്പ് വെള്ളം വലിച്ചെടുക്കുന്നു. നമ്മുടെ വായുടെ മുന്നിലായിട്ട് ഇതേപോലെ ഒരു പാത്രം പിടിക്കാം. OPയിലായതുകൊണ്ട് ഞാൻ ഈ ഒരു കിഡ്നി ട്രേ പിടിച്ചു എന്ന് മാത്രം. ഈ സിറിഞ്ച് ഉപയോഗിച്ച് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഒരു മൂക്കിലേക്ക് ഒരു 2, 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ എന്തെങ്കിലും മ്യൂക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റേ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ വരാൻ തുടങ്ങും. ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്പ്രേ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള സലൈൻ നേസൽ വാഷാണ്. ഈ വാഷ് ചെയ്ത ശേഷം ഈ സ്പ്രേ ബോട്ടിൽ കയ്യിലെടുക്കുക. സ്പ്രേ ബോട്ടിലിൻ്റെ അറ്റത്തൊരു ക്യാപ്പ് ഉണ്ട്, അത് മാറ്റിയ ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. വലത്തെ മൂക്കിലടിക്കാൻ നമ്മൾ ഇടത്തെ കയ്യിലാണ് സ്പ്രേ പിടിക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ നിയമം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരൽ വെക്കാനായിട്ട് ഇവിടെ 2 അടയാളം ഉണ്ടാവും എല്ലാ സ്പ്രേ ബോട്ടിലുകളിലും. അപ്പോൾ ഇങ്ങനെ പിടിച്ച ശേഷം എങ്ങനെയാണ് ഈ മരുന്ന് അടിക്കേണ്ടത്? പല രോഗികളും ചെയ്യുന്ന മിസ്റ്റേക്ക്, ഇത് നേരെ ഉള്ളിലോട്ട് കയറ്റി വെക്കും. അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഇത് പോവുക. നമുക്ക് അലർജിക്കുള്ള മരുന്ന് എത്തേണ്ടത് പാലത്തിലേക്കല്ല. നടുവിലെ പാലം അല്ലെങ്കിൽ നേസൽ സെപ്റ്റം എന്ന് പറയുന്നത് 2 മൂക്കുകളെയും വേർതിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഈ മരുന്ന് എത്തേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ ഇരുവശത്തുമുള്ള ടെർബിനേറ്റ്സിലേക്കാണ്. ടെർബിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ സൈഡിലുള്ള ഈ വശത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന 3 ടെർബിനേറ്റ്സ്, ചില ആളുകളിൽ സുപ്രീം ടെർബിനേറ്റ് എന്ന് വിളിക്കുന്ന ഒരു ടെർബിനേറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് മരുന്ന് എത്തേണ്ടത്. അപ്പോൾ വലത്ത് വശത്തുള്ള ടെർബിനേറ്റിൽ മരുന്ന് എത്തണമെങ്കിൽ നമ്മൾ ഇടത്തെ കയ്യിലാണ് സ്പ്രേ ബോട്ടിൽ പിടിക്കേണ്ടത്. എന്നിട്ട് ഈ വലത്തെ കണ്ണ് അതല്ലെങ്കിൽ വലത്തെ ചെവിയെ ഡയറക്റ്റ് ചെയ്ത് വേണം ഇതിൻ്റെ അറ്റം തിരിച്ചു പിടിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി 2 സൈഡിലോട്ടും തിരിച്ച ശേഷം ഈ വിധം മരുന്ന് സ്പ്രേ ചെയ്യുന്ന വിധത്തിൽ പഫ് അടിക്കുകയാണ് വേണ്ടത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പഫായിരിക്കും ഡോക്ടർ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. മുതിർന്ന ആളുകളിൽ 2 പഫ് ഉപയോഗിക്കാം. അതുപോലെ ഇടത്തെ മൂക്കിൽ അടിക്കാൻ വലത്തെ കയ്യിൽ മരുന്ന് പിടിക്കുക, സൈഡിലോട്ട് ചെരിച്ച് 2 പഫ്. 2 സൈഡിലോട്ടും തിരിച്ച ശേഷം ഈ വിധം മരുന്ന് സ്പ്രേ ചെയ്യുന്ന വിധത്തിൽ പഫ് അടിക്കുകയാണ് വേണ്ടത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പഫായിരിക്കും ഡോക്ടർ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. മുതിർന്ന ആളുകളിൽ 2 പഫ് ഉപയോഗിക്കാം. അതുപോലെ ഇടത്തെ മൂക്കിൽ അടിക്കാൻ വലത്തെ കയ്യിൽ മരുന്ന് പിടിക്കുക,
ഇനി വളരെ ചെറിയ മക്കൾക്ക് നമ്മൾ മുതിർന്നവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വലത്തെ കയ്യിൽ തന്നെ പിടിക്കാം. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മരുന്നെത്തേണ്ടത് നടുവിലെ പാലത്തിലേക്കല്ല, സൈഡിലേക്ക് തന്നെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഇത് സൈഡിലുള്ള ടെർബിനേറ്റുകളുടെ ഇടയിലുള്ള ഭാഗത്തൊക്കെ സ്പ്രേ എത്തും. അപ്പോൾ ഇതാണ് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഇങ്ങനെ വലിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ പിന്നിലേക്ക് ഇത് വലിച്ചു കയറ്റരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പ്രേ തൊണ്ടയുടെ പിന്നിലൂടെ വായിലേക്കാണ് എത്തുന്നത്. സ്പ്രേ വായിൽ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച മരുന്ന് വേസ്റ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്പ്രേ മൂക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ വലിച്ചു കയറ്റരുത്. സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് വാ തുറന്ന് ശ്വാസം വിടാം. അപ്പോൾ നമുക്ക് അതിങ്ങനെ വലിക്കാനുള്ള ടെൻഡൻസി മാറിക്കിട്ടും. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ എപ്പോഴും പറയും സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തുമ്മൽ വരുന്നുണ്ട് ഡോക്ടറെ. അപ്പോൾ ഈ തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഈ മരുന്നെല്ലാം പുറത്തേക്ക് പോകാനാണ് സാധ്യത. അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മൂക്കിന്റെ താഴ്ഭാഗം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ സെപ്റ്റത്തിലും പല്ലിന്റെ മുകൾ വശത്തും ഒന്ന് വേദന തോന്നുന്ന വിധം അമർത്തി കൊടുക്കാം. അപ്പോൾ ഈ തുമ്മൽ നമുക്ക് ഒഴിവായി കിട്ടും. ഇനി സ്പ്രേ അടിച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തുമ്മൽ വരുന്നുണ്ടെങ്കിൽ ഈ വിദ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് അടിച്ചാൽ മൂക്കിന്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് സ്പ്രേ കിട്ടും. പോളിപ്പിനും മറ്റും സർജറി കഴിഞ്ഞവരാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ വേണം സ്പ്രേ ഉപയോഗിക്കാൻ. നേസൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കൃത്യമായിട്ടുള്ള മരുന്ന് തന്നെയാണോ നമ്മൾ സ്പ്രേയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ചില മരുന്നുകൾ സ്പ്രേയുടെ രൂപത്തിൽ തന്നെ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്, പ്രത്യേകിച്ചും ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ തുടങ്ങിയ മരുന്നുകൾ. അപ്പോൾ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം തന്നെ ഒരു മൂക്കടപ്പുണ്ടാവും. ഇതേപോലെ ഇത് സലൈൻ നേസൽ ഡ്രോപ്സിന്റെ ഒരു ബോട്ടിലാണ്. ഇതേപോലെ തന്നെ സ്പ്രേ ആയിട്ട് അടിക്കാവുന്ന രീതിയിൽ ഈ ഓക്സിമെറ്റസോളിനും സൈലോമെറ്റസോളിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെറിയ ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉള്ളപ്പോൾ ഒരു 3 തുള്ളി ഇട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 8-10 മണിക്കൂർ മൂക്ക് തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും അടിക്കും. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്ക് ഇതിനോട് അഡിക്റ്റഡ് ആവുകയും ഇതിൻ്റെ ഉള്ളിൽ ഒരു വിഷയ സൈക്കിള് രൂപപ്പെടുന്നു. അതായത് മരുന്ന് ഒഴിച്ചില്ലെങ്കിൽ മൂക്ക് തുറന്നു വരില്ല എന്നൊരവസ്ഥ. അപ്പോൾ 8 മണിക്കൂർ കൂടുമ്പോഴാണ് ആദ്യം ഒഴിച്ചിരുന്നതെങ്കിൽ പിന്നെ 1-2 മണിക്കൂർ കൂടുമ്പോൾ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അതുകൊണ്ട് ഇത്തരം മരുന്നുകൾ ഒരു സാധാരണ ജലദോഷത്തിനോ സൈനസൈറ്റിസിനോ മറ്റോ 5 മുതൽ 7 ദിവസം വരെ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഈ റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറയുന്നത് ഇതുമൂലം തന്നെ മൂക്കടപ്പുണ്ടാവും. എന്നാൽ അലർജി കാരണം വരുന്ന മൂക്കടപ്പിനേക്കാൾ പ്രയാസമാണ് ഇത് ചികിത്സിച്ചു മാറ്റാൻ. അപ്പോൾ ഇതാണ് മരുന്നുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ അലർജിക്ക് കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഫ്ലൂട്ടിക്കസോൺ പ്രൊപ്പിയോണേറ്റ്, ഫ്ലൂട്ടിക്കസോൺ ഫ്യൂറോവേറ്റ്, അതുപോലെ തന്നെ മൊമിറ്റസോൺ തുടങ്ങിയ മരുന്നുകളാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ സ്റ്റിറോയിഡ് ഉള്ളവയാണെങ്കിലും നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന സ്റ്റിറോയിഡുകളേക്കാൾ രക്തത്തിലേക്കുള്ള അബ്സോർപ്ഷൻ കുറവാണ് മൂക്കിലടിക്കുന്ന സ്പ്രേകൾക്ക്. അതായത് 1 വർഷത്തോളം നമ്മൾ സ്പ്രേ അടിച്ചാലും ഒരു 5-6 ദിവസം ഈ മരുന്നുകൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഇഫക്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റിറോയിഡുകളുടെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് ഓർത്ത് നെയ്സൽ സ്പ്രേ ഉപയോഗിക്കുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നെയ്സൽ സ്പ്രേസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള അലർജി പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കിട്ടും. അത് മാത്രമല്ല, പോളിപ്പുകൾ വരാതിരിക്കാനും പോളിപ്പിന് വേണ്ടി സർജറി ചെയ്തവർക്ക് വീണ്ടും സർജറി ചെയ്യാതിരിക്കാനും ഈ മരുന്നുകൾ സഹായിക്കും. പിന്നെ നമ്മൾ തുള്ളി മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ശരിയായിട്ടുള്ള രീതി എങ്ങനെയാണ്? പലപ്പോഴും ചെറിയ കുട്ടികൾക്കൊക്കെ സലൈൻ നെയ്സൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ വായിൽ ഉപ്പ് രസം വരുന്നു എന്നിവർ പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂക്കിലടിക്കുന്ന ഈ മരുന്ന് നേരെ അവരുടെ വായിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും മൂക്കിൽ ഒഴിക്കുന്ന മരുന്ന് നമ്മുടെ വായിലേക്കല്ല പോകേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ടെർബിനേറ്റ്സിന്റെ ഏരിയയിലേക്കാണ്. ഈ ടെർബിനേറ്റ്സ് വികസിപ്പിക്കുകയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ മൂക്ക് അടയ്ക്കുകയും മൂക്ക് ഓപ്പൺ ആവുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ 4 മണിക്കൂർ കൂടുമ്പോൾ ഈ ടെർബിനേറ്റ്സ് വികസിക്കുകയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേസൽ സൈക്കിളുണ്ട്. നമ്മൾ കിടന്നുറങ്ങുന്നതനുസരിച്ചും മരുന്നുകൾ ഉപയോഗിക്കുന്ന അനുസരിച്ചുമൊക്കെ ഇത് വീർത്ത് വരികയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഈ നെയ്സൽ ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടത്. സാധാരണ വെറുതെ കിടന്ന് മൂക്കിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വായിലേക്കാണ് നേരെ പോവുക. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ നെയ്സൽ ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടത്? മുസ്ലിംസ് സുജൂദിൽ പോയി കിടക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് നിസ്കരിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പൊസിഷനെ മെക്ക പൊസിഷൻ എന്ന് പറയുന്നു.
അപ്പോൾ ആ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ട് നമ്മൾ മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കുമ്പോഴാണ് കൃത്യമായിട്ട് പല സൈനസിന്റെ ഉള്ളറകളിലേക്കും ഈ മരുന്ന് എത്തുന്നത്. അതുകൊണ്ട് അതാണ് നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ. ഈ ഒരു പൊസിഷൻ പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ മറ്റൊന്ന് ചെയ്യാൻ സാധിക്കുന്നത് കട്ടിലിന്റെ അറ്റത്ത് വരെ പോയി കിടക്കുക. തല മാത്രം ബാക്കിലേക്കൊന്ന് ഹാങ് ചെയ്യാം. അങ്ങനെ തല മാത്രം താഴ്ത്തിയിട്ട പൊസിഷനിൽ മരുന്ന് ഒഴിച്ച ശേഷം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒന്ന് ചെരിഞ്ഞു കൊടുക്കാം. അപ്പോൾ മുഖത്ത് രണ്ട് വശത്തുമുള്ള സൈനസുകളിലേക്ക് ഈ മരുന്നെത്തും. അപ്പോൾ മൂക്കിൽ ഒഴിക്കുന്ന മരുന്ന് നമ്മുടെ വായിലേക്കാണ് രുചി അറിയുന്നതെങ്കിൽ അത് ഇഫക്റ്റീവ് ആയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് മൂക്കിൽ മരുന്ന് ഒഴിക്കുമ്പോൾ എടുക്കേണ്ട പൊസിഷൻ ഒന്നല്ലെങ്കിൽ ഒരു കട്ടിലിന്റെ അറ്റത്ത് പോയി തല മാത്രം പിന്നിലേക്ക് ചെരിച്ചു വെച്ച ശേഷം മരുന്ന് ഒഴിച്ച് വലത്തോട്ടും ഇടത്തോട്ടും ചെരിഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെക്ക പൊസിഷൻ, സുജൂദിലേക്ക് പോയി മൂക്കിന്റെ ഉള്ളിലേക്ക് 3-4 തുള്ളി വെച്ച് മരുന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈനസുകളിൽ മരുന്ന് എത്തുകയും ചെയ്യും. നേസൽ സ്പ്രേയും നേസൽ ഡ്രോപ്സും ഉപയോഗിക്കേണ്ട കൃത്യമായിട്ടുള്ള രീതിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതുവരെ നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇത്തരം പ്രാക്ടീസുകൾ ചെയ്തിരുന്നോ? മൂക്കിലെ പോളിപ്പിന് സർജറി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നേസൽ വാഷ് ചെയ്തിരുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. അലർജി മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.